Zte എന്ന കമ്പനിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Zte Axon 11 5G. ഈ ഫോൺ ഇപ്പോൾ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Zte Axon 11 5Gയുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. Zte Axon 11 5G വരുന്നത് 6.47 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ amoled ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് ഏകദേശം 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ലഭിക്കുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് കേർവ്ഡ് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 168 ഗ്രാമാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ 5G ഫോൺ ഇതാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 765G. പിന്നെ ഈ പ്രോസസ്സറിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഡ്രീനോ 620 എന്നുള്ള GPUമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന 2 വെർഷൻസുകൾ വേറെ വരുന്നുണ്ട്. 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെ ഒരു വെർഷനിൽ 128GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെറ്റ്വർക്ക് കണക്ഷനൊക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിങ്ക് ബൂസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്യുവൽ ചാനൽ വൈഫൈ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് Z ബൂസ്റ്റർ 2.0 എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.89 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 29,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K വീഡിയോ റെക്കോർഡിങ്ങിൽ HDRും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 4K റെസൊല്യൂഷനിൽ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചർ നമുക്ക് മെയിൻ സെൻസറിൽ മാത്രമല്ല ലഭിക്കുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിലും വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 20 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ DTS സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 29,000 രൂപയാണ്. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേംഡ് അല്ല. ചിലപ്പോൾ മാത്രമേ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് Zte Axon 11 5G വരുന്നത്. തരക്കേടില്ലാത്ത ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ എന്ന് വിചാരിച്ചിട്ട് അധികം എക്സൈറ്റഡ് ആവേണ്ട ഫീച്ചേഴ്സോ അല്ലെങ്കിൽ പ്രൈസ് റേഞ്ചിലോ ഒന്നുമല്ല ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കാണുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്.